ഹായ്. നമ്മുടെ ടോവിനോ നായകനായിട്ട് ഏറ്റവും പുതുതായിട്ട് ഇന്ന് റിലീസായിട്ടുള്ള നടികർ എന്ന് പറഞ്ഞ ലാൽ ജൂനിയർ അദ്ദേഹത്തിന്റെ സിനിമയാണ് കണ്ടിട്ടുള്ളത്. ആദ്യമേ പറയേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയില്ലാത്ത സിനിമയാണ്. കാരണം കുറേ ആളുകൾ സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടാവാൻ യാതൊരു സാധ്യതയില്ലാത്ത സിനിമയാണ്. രണ്ട്, ഒരു തല്ലുമാല പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ മറ്റൊരു തല്ലുമാല പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ സിനിമയ്ക്ക് നിങ്ങൾ പോവരുത്. കാരണം ഇത് പറയാനുള്ള കാരണം ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഒരു തല്ലുമാല വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ഗംഭീര സിനിമ ആയിരിക്കാം എന്നുള്ള പ്രതീക്ഷകളൊക്കെ കമന്റിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തല്ലുമാലയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അതിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നടികർ എന്ന് പറഞ്ഞ സിനിമയുടേത്. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു പക്ഷേ ടോവിനോയുടെ ലുക്കിലൊക്കെ നമുക്ക് തല്ലുമാലയായിട്ടേക്ക് ചെറിയ സാമ്യമൊക്കെ തോന്നിയേക്കുന്നല്ലാതെ വേറെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ തല്ലുമാല പ്രതീക്ഷിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് മാത്രമായിരിക്കും കിട്ടുക. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മൂന്നാമത് പറയേണ്ടത്, എങ്ങനത്തെ ആളുകളാണ് സിനിമ കാണേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമാ മേഖലയായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ സിനിമാ മേഖല സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. പ്രൊഡക്ഷൻ കൺട്രോൾ ടീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അസോസിയേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, ഡയറക്ടേഴ്സിന്റെ ഒരു പ്രഷർ എത്രമാത്രം വരുന്നുണ്ട്, പലതരത്തിലുള്ള ആക്ടേഴ്സ്, അവരുടെ സ്വഭാവം, അവരുടെ ജീവിത ശൈലികൾ, ഇങ്ങനെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പലതരം ഡിപ്പാർട്ട്മെന്റുകൾ അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. പിന്നെ നിങ്ങളൊരു നല്ല ടോവിനോ ഫാൻ ആണെങ്കിൽ, ഒരു കട്ട ടോവിനോ ഫാൻ ആണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം. അല്ലാത്ത ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഈ സിനിമ ഒരു പരിധി വരെ ഒരു ബോറടിപ്പിക്കുന്ന സിനിമയായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ എനിക്ക് ഏകദേശം ഒരു സംഭവം ഇത് ഈ ഒരു ലൈനാണ് സിനിമ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു അവസ്ഥയിലാണ് സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ആ, കുറച്ച് തമാശകളൊക്കെ ഉണ്ട്. ഈ സൗബിൻ, അതുപോലെ ബാലു വർഗീസ്, പിന്നെ സുരേഷ് കൃഷ്ണ, ഇവരുടെയൊക്കെ ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ചില കൗണ്ടറുകളൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ചില എന്താ പറയാ, ചില എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്ത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയാ, ഒരു വൺ ലൈൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ. കാരണം ഇത് സ്പോയിലർ ഒന്നും അല്ല. കാരണം നിങ്ങൾ കാണാൻ പോകുന്ന ആളുകൾ, റിവ്യൂ കണ്ടിട്ട് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് രണ്ടോ മൂന്നോ പടം സൂപ്പർ ഹിറ്റായി, ആ ഒരൊറ്റ കാരണം കൊണ്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയ ഒരാൾ, അയാള് ഭയങ്കര ജാടത്തെണ്ടി എന്നൊക്കെ പറയില്ല, ആ രീതിയിലേക്ക് മാറുന്നതും ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർഡം മിസ്യൂസ് ചെയ്യുന്നതും അത് കാരണം എന്താ പറയാ പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് മാറപ്പെട്ട ഒരു ആൾ, അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അയാളുടെ തിരിച്ചുവരവും ഒരു കംബാക്കും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ് ഇത് പിടിച്ചിട്ടുള്ളത്. ചെറിയ റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ഒന്ന് രണ്ട് സീനുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ ആ സംഭവമാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവാൻ. രസമായിട്ട് എടുത്ത് പറയേണ്ടത്, ടോവിനോ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനൂപ് മേനോൻ, അതുപോലെ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത്, അതുപോലെ ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, പിന്നെ ഭാവന ചെറിയ റോളാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെയാണ് എടുത്തു പറയേണ്ടത്. എല്ലാവരും കുറെ ഇന്ദ്രൻസ് ഒക്കെ ചെറിയ ഒന്ന് രണ്ട് സീനിലൊക്കെ വന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറെ ആളുകളുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ടത് ഇത്രയും ആളുകളാണ്. അവരുടെയൊക്കെ പെർഫോമൻസ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, ഈ സിനിമയിൽ കംപ്ലീറ്റ് ഒരു പക്ക പെർഫോമൻസ് ആവശ്യമുള്ള ഒരു സിനിമയാണ്. അതിൽ ടോവിനോയുടെ കേസിൽ വരുമ്പോഴേക്ക് എസ്പെഷ്യലി ഈ ക്ലൈമാക്സ് ഭാഗത്തൊക്കെ വരുന്ന ചില സ്ഥലങ്ങളൊക്കെ ഇമോഷണലി പറയുന്ന ഡയലോഗൊക്കെ ആ ഡയലോഗ് ഡെലിവറിയിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു ഫീൽ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാത്ത പക്ഷം ബാക്കിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ BGM നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല ഫീൽ, ആ സിനിമയുടെ എന്താ പറയാ, ആ ഒരു 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 സാഹചര്യത്തിന് ചേരുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് ആ ഫീൽ കൊണ്ടുവരാൻ ഈ BGM ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 80% ആ BGM ആണ് അതിൽ വർക്കൗട്ട് ആയിട്ടുള്ളത്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാട്ടുകളൊക്കെ അത്യാവശ്യം അങ്ങനെ ഓർത്ത് വെക്കാവുന്ന രീതിയിലുള്ള പാട്ടുകളൊന്നും ഇല്ല. മൊത്തത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. എനിക്ക് നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഒരു ആവറേജ് സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു 5 ഔട്ട് ഓഫ് 10 കൊടുക്കാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഈ ഞാൻ ആ പറഞ്ഞൊരു പ്ലോട്ട് ഉണ്ടല്ലോ, ഒരു വൺ ലൈൻ പോലെ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് സംഭവം. തുടക്കം മുതൽ അവസാനം വരെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അതിന്റെ ഇടയിൽ വരുന്ന ആ നായകന്റെ ചില കയറ്റ ഇറക്കങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അത്ര തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ്
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ